നമസ്കാരം. മലയാളി തനിമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റായ പദം പദം ഉറച്ചു നാം എന്ന യൂണിറ്റിലെ തഥാഗത എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യ ചോദ്യം നോക്കാം. എൻ്റെ ഓർമ്മയാകട്ടെ വലിയ എട്ടുകെട്ട് പോലെ. അമ്മ പ്രാവിൻ്റെ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞു തുപ്പിക്കളഞ്ഞു. ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കഥയിലെ കാവ്യാത്മക പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ ഇത്തരം പ്രയോഗങ്ങളിൽ തെളിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യഭാഗമായിട്ട് തന്നിരിക്കുന്നത്. ഈ വിശേഷണങ്ങളെല്ലാം തന്നെ സവിശേഷ പ്രയോഗങ്ങളായിട്ട് നമ്മൾ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തിട്ടുമുള്ളതാണ്. ഇനി ഉത്തരം നോക്കാം. ലളിതവും സൗമ്യവുമായ സത്യങ്ങളാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ അഷിതയുടെ കഥകളിലുള്ളത്. മനുഷ്യൻ്റെ ദുഃഖങ്ങളും വേവലാതികളും അസ്വസ്ഥതകളും എല്ലാം അഷിതയുടെ കഥകൾക്ക് പ്രമേയമാണ്. കഥയിലെ കാവ്യാത്മകമായ സൂചനകൾ ഓരോന്നും കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ ആവിഷ്കരിക്കാൻ ഉതകുന്നവയാണ്. ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും അമ്മയെ പരിചരിക്കുന്ന മകളുടെയും മാനസികാവസ്ഥയെ ഗദ്യഭാഷയുടെ എല്ലാ സൗന്ദര്യവും ഉപയോഗിച്ച് അഷിത അവതരിപ്പിക്കുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ലോകം മകളുടെ ഓർമ്മകൾ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നത് കഥയിൽ കാണാം. ഓർമ്മയില്ലാത്ത അമ്മയ്ക്ക് മുന്നിൽ മകളുടെ ഓർമ്മകൾക്ക് ആകാശത്തോളം പരപ്പും കടലിനോളം ആഴവുമുള്ളതായി കാണപ്പെടുന്നു. മകളുടെ ഓർമ്മകളുടെ വേലിയേറ്റത്തെ എട്ടുകെട്ടുപോലെ എന്ന പ്രയോഗത്തിലൂടെ കഥാകാരി ആവിഷ്കരിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ പ്രാവിൻ്റെ കണ്ണുകൾ പോലെ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഓർമ്മകൾ നശിച്ച അമ്മയുടെ നിഷ്കളങ്കവും വിശുദ്ധിയും ഉള്ള ഒരു കുഞ്ഞിനെ പോലെയുള്ള പെരുമാറ്റത്തെ കഥാകാരി അവതരിപ്പിക്കുന്നു. ദീപുവിനെക്കുറിച്ച് അമ്മ അന്വേഷിക്കുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ തിരിച്ചു വരുന്നു എന്ന ആഹ്ലാദത്തോടെ ഒരു മിന്നൽ പോലെ മകൾ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു എന്നും പ്രയോഗിച്ചിരിക്കുന്നു. ഇനി മറ്റു പ്രയോഗങ്ങൾ നോക്കാം. അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിലൊരംശം പോലും നമുക്ക് അമ്മയെ അറിഞ്ഞുകൂടല്ലോ. അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത് തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം തന്നെ കഥയെ കൂടുതൽ ഭാവതീവ്രമാക്കാനും കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ ഹൃദയസ്പർശിയായി ആഴത്തിൽ അവതരിപ്പിക്കുന്നതിനും സഹായകമാകുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സാവിത്രി രാജീവൻ്റെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ, ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ, 7 70 7000 അതിൻ്റെ നിറഭേദങ്ങൾ. ഇതാണ് തന്നിരിക്കുന്ന വരികൾ. കഥയിലെയും മുകളിൽ നൽകിയിരിക്കുന്ന വരികളിലെയും ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഓർമ്മകൾ നഷ്ടപ്പെട്ട വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതകളെ ഭാവതീവ്രതയോടെ ആവിഷ്കരിക്കുന്ന കഥയാണ് തഥാഗത. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ വരച്ചിടുന്ന ഈ കഥയിൽ അമ്മയുടെ ഓർമ്മകളിൽ എവിടെയും താൻ ഇല്ലാതായി പോകുന്ന ഒരു മകളുടെ സങ്കടമാണ് കഥാപാത്രം പങ്കുവയ്ക്കുന്നത്. അമ്മയുടെ നെറ്റിയിലെ ചുളിവുകളും നിവരലും തന്നെയോർത്ത് മാത്രമായിരുന്നെന്നും തന്നെക്കുറിച്ചുള്ള അമ്മയുടെ ചിന്തകളും വേവലാതികളും ആയിരുന്നു ആ നെറ്റിയിലെ ചുളിവുകൾക്ക് കാരണമായിരുന്നത് എന്നും മകൾ ചിന്തിക്കുന്നു. അമ്മയുടെ ഓർമ്മകളിൽ മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേരറ്റു പോകുന്ന അനുഭവമാണ് മകൾക്ക് ഉണ്ടാകുന്നത്. വേരറ്റാൽ പിന്നെ നിലനിൽപ്പില്ല. മണ്ണിനോടും മനുഷ്യനോടുമുള്ള വേരുകൾ ആരംഭിക്കുന്നതും അമ്മയിൽ നിന്ന് തന്നെയാണല്ലോ. ഈ യാഥാർത്ഥ്യത്തെ തൻ്റെ കഥയിൽ ശക്തമായി വരച്ചിടാൻ കഥാകാരിക്ക് കഴിഞ്ഞു. സാവിത്രി രാജീവൻ്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിലും
അമ്മയുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടമാകുന്ന മകളുടെ വേദനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുളിവുകളുടെ എണ്ണമില്ലാത്ത ഞൊറിവളകളാണ് അമ്മയുടെ കയ്യിൽ നിന്ന് പ്രയോഗിക്കുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ വാഗ്മയ ചിത്രത്തെ അതിമനോഹരമായി കവയിത്രി വ്യക്തമാക്കുന്നു. ആ ചുളിവുകൾ മക്കൾക്കായി ജീവിച്ചതിൻ്റെ തിരുശേഷിപ്പുകൾ ആണ്. ആ ചുളിവുകളിൽ കുട്ടിക്കാലം മുതലുള്ള നിറപ്പകിട്ടാർന്ന ഓർമ്മകൾ ഒളിഞ്ഞു കിടക്കുന്നുമുണ്ട്. 7 70 70,000 എന്ന സംഖ്യാസൂചന അമ്മയുടെ നിസ്സഹായ അവസ്ഥയെ കരുണാർദ്രതയോടെ നോക്കിക്കാണുന്ന മകളുടെ സങ്കടവും അനുഭാവവും വ്യക്തമാക്കുന്നു. അമ്മയുടെ ഓർമ്മകളിൽ നഷ്ടപ്പെട്ടു പോകുന്ന 2 പെൺമക്കളുടെ തീക്ഷ്ണമായ സങ്കടങ്ങളാണ് അഷിതയും സാവിത്രി രാജീവനും കൃതികളിൽ ആവിഷ്കരിക്കുന്നത്. വാർദ്ധക്യത്തിൽ അമ്മമാർ ഓർമ്മയില്ലാത്തവരാകുമ്പോൾ അവരെ മക്കൾ തിരിച്ചറിയുകയാണ് കഥയിലും കവിതയിലും. അമ്മമാരുടെ ഓർമ്മകളുടെ നഷ്ടം തങ്ങളുടെ വേരറ്റു പോകുന്നതിന് സമാനമാണെന്ന് എഴുത്തുകാർ തങ്ങളുടെ കൃതികളിലൂടെ അവതരിപ്പിക്കുന്നു. അടുത്ത ചോദ്യം കഥയുടെ ശീർഷകത്തെ വിശകലനം ചെയ്യുന്നതിനായിട്ടുള്ളതാണ്. കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ അഷിതയുടെ കഥയാണ് തഥാഗത. പാലി ഭാഷാ പദമാണ് തഥാഗത. ഗൗതമ ബുദ്ധൻ തന്നെയോ മറ്റു ബുദ്ധന്മാരെയോ പരാമർശിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന പദമാണ് തഥാഗത. അങ്ങനെ പോയവൻ തഥാ ഗത, അങ്ങനെ വന്നവൻ തഥാ ആഗത. വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെയങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതയായി എൻ്റെ അമ്മ എന്നെ നോക്കുന്നു എന്ന് കഥയിൽ പ്രയോഗിക്കുന്നു. ഓർമ്മകൾ വന്നും പോയുമിരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അഷിതയുടെ കഥയിൽ തഥാഗത എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്നിനോടും പ്രത്യേക മമതയില്ലാത്ത ഗൗതമ ബുദ്ധൻ്റെ അതേ അവസ്ഥയാണ് അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കഥയും കഥയുടെ ശീർഷകവും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ തഥാഗത എന്ന ശീർഷകം ഈ കഥയ്ക്ക് തികച്ചും അനുയോജ്യമാണ് എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം. വാർദ്ധക്യത്തിൻ്റെയും പലതരം രോഗപീഠയുടെയും നിസ്സഹായതയുടെയും വേദനകൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ ഒപ്പമുള്ള പലരും. അനുതാപപൂർവം കൈത്താങ്ങ് നൽകി അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും ആഹ്ലാദവും നിറയ്ക്കേണ്ടത് കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ? പാഠഭാഗവും സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നമുക്ക് നോക്കാം. മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ ശീർഷകമുണ്ടായിരിക്കണം. വാർദ്ധക്യം ഒരു രോഗമല്ല, മറിച്ച് ഒരു ജീവിതാവസ്ഥയാണ്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഒരു ജീവിതകാലം. പ്രായം കൂടുക എന്ന പ്രകൃതി നിയമത്തെ ഒരിക്കലും മാറ്റി നിർത്താൻ ആകില്ല എന്ന തിരിച്ചറിവോടെ വാർദ്ധക്യത്തെ സഹഭാവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സമൂഹം ഏറെ ഭയപ്പെടുന്നത് മരണത്തെക്കാൾ ഉപരി വാർദ്ധക്യത്തെയാണ്. വാർദ്ധക്യം ഒരു തരത്തിൽ ഒരു തിരിച്ചുപോക്കാണ്. ഒന്നും ചെയ്യാനില്ലാത്ത വീടുകളിൽ ഒതുങ്ങിക്കൂടുകയും ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ തൻ്റെ മനസ്സിനും ശരീരത്തിനും അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങും. ഇത്തരം സാഹചര്യത്തിൽ മനുഷ്യർക്ക് താങ്ങാവുകയാണ് വേണ്ടത്. ജീവിത സായാഹ്നത്തിൽ ആർക്കും വേണ്ടാത്തവരായി സാമൂഹികമായ ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്നത് ഭീതിതമായ ഒരു അവസ്ഥയാണ്. നരച്ച മുടിയും താടിയും സാമൂഹിക അംഗീകാരത്തിൻ്റെ ചിഹ്നങ്ങളായി മാറിയിരുന്ന ഒരു കാലത്ത് നിന്ന് പുതിയ കാലത്തേക്ക് നാം ചുവടുമാറി. വൃദ്ധർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അംശം ഭാരതീയ സംസ്കൃതിയിൽ ഇഴചേർന്നതോടെ വാർദ്ധക്യം ഭയപ്പെടുന്ന അവസ്ഥയായി മാറി. ഒരു കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിച്ചവരെ നാം പിന്നിലേക്ക് മാറ്റി നിർത്തി. സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വർത്തമാന സമൂഹത്തിൽ
വാർദ്ധക്യമെന്നത് മനുഷ്യ ശാപമായി തീർന്നിരിക്കുകയാണ്. വാർദ്ധക്യത്തിൻ്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. വൃദ്ധജനങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഇന്ന് സമൂഹം പരിഹാരം തേടിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്ക് സംഭവിക്കുന്ന ശൈഥില്യവും ആശയവിനിമയത്തിൻ്റെ കുറവും അനുതാപമില്ലായ്മയും വാർദ്ധക്യത്തിലെ വെല്ലുവിളികളായി. ഏത് ബുദ്ധിമുട്ടുകളിലും കൈത്താങ്ങാവുന്ന ഒരു ജനതയാണ് നമുക്ക് ആവശ്യം. കുടുംബത്തിലും വ്യക്തിതലത്തിലും സമൂഹതലത്തിലും ഭരണതലത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായാൽ മാത്രമേ വൃദ്ധജന സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയൂ. ആരോഗ്യമുള്ള നാളുകളിൽ നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളാണ് ഇന്ന് വൃദ്ധസദനങ്ങളുടെ പടിക്കെട്ടുകളിൽ കുന്നുകൂടി കിടക്കുന്നത്. ഒട്ടേറെ അനുഭവസമ്പത്തും പ്രവൃത്തി പരിചയവും ഉള്ള വൃദ്ധജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ സമൂഹത്തിന് നൽകി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടണം. വീടുകളിലും തനിച്ചിരിക്കുന്നവർക്കും ഒറ്റപ്പെടുന്നവരുമായ വൃദ്ധജനങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ചെറിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും തനിച്ചിരിക്കുന്നവർക്കും ഒത്തുചേരുന്നതിനായിട്ട് പകൽ വീടുകൾ ഒരുക്കുകയും ചെയ്താൽ ഒത്തുചേരാനായി അവരുടേതായ ഒരു ലോകം അവർക്ക് ലഭിക്കും. വൃദ്ധരുടെ സാന്ത്വന പരിചരണവും അവർക്ക് വേണ്ട സ്നേഹവും കരുതലും നിയമപരമായി തന്നെ പാസാക്കേണ്ടതുണ്ട്. വൃദ്ധരെ ആദരിക്കുന്നതും പൂജിക്കുന്നതുമായ ഒരു സമൂഹം ഉണ്ടായേ മതിയാകൂ. നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും നമ്മുടെ സമൂഹത്തിൻ്റെ അമൂല്യ സമ്പത്താണ്. അവർക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അമിതമല്ല, അവരുടെ അവകാശമാണ് എന്ന തിരിച്ചറിവ് എക്കാലത്തും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഒന്നിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം ഒരു പ്രഭാഷണം തയ്യാറാക്കാനുള്ളതാണ്. കാടും മലയും കടന്ന് സോദരർക്കായി അന്നം കൊണ്ടുപോകുന്ന ഉറുമ്പും വിളറി പിടിച്ച കുതിരയെപ്പോലും മെരുക്കുന്ന ദയയും സ്മൃതിനാശം സംഭവിച്ച അമ്മയെ പരിചരിക്കുന്ന മകളും ജീവിതയാത്രയിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണല്ലോ. ജീവിതത്തിൽ പദം പദം ഉറച്ച് മുന്നേറാൻ ഇത്തരത്തിൽ ഒട്ടേറെ ശേഷികളും നൈപുണികളും ആവശ്യമാണ്. യൂണിറ്റിലെ രചനകളും ജീവിതാനുഭവങ്ങളും വിശകലനം ചെയ്ത് പ്രതിസന്ധികളും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരം എഴുതുമ്പോൾ അഭിസംബോധന ഉണ്ടായിരിക്കണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രഭാഷണത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രത്യേകതയാണത്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടെ നോക്കിക്കൊണ്ടാണ് ഓരോ മനുഷ്യരും ഓരോ സാഹചര്യത്തിൽ ജീവിതത്തെ സമീപിക്കുന്നതും മുന്നേറുന്നതും. ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ വേറിട്ട തലങ്ങൾ സംവദിക്കുന്ന പാഠഭാഗമാണ് പദം പദം ഉറച്ചു നാം എന്ന യൂണിറ്റിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചാണ് മനുഷ്യൻ എക്കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രതിസന്ധികൾക്ക് മുൻപിൽ തളരുകയോ പതറുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ലോക പുരോഗതിയിലേക്ക് മനുഷ്യന് ഒരിക്കലും നടന്നു ചെല്ലാൻ സാധിക്കുകയില്ലായിരുന്നു. ഈ ആശയത്തെ മുൻനിർത്തുന്ന 3 പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിതയിൽ ഉറുമ്പിൻ്റെ വംശചരിത്രം പറയുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും ചെറിയതിന് പോലും തൻ്റേതായ നിലയിൽ ലോകത്തോട് പലതും പറയാനുണ്ട് എന്ന് കവയത്രി വ്യക്തമാക്കുന്നു. ദയ നൽകുന്ന ജീവിത പാഠങ്ങൾ അതിജീവനത്തിൻ്റേതാണ്. ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കിടന്നിടത്ത് നിന്ന് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് മൻസൂറിനെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധ്യമാകുന്നതും അവളുടെ നൈപുണികൾ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അഷിതയുടെ തഥാഗത എന്ന കൃതിയിൽ ജീവിതത്തിലെ അവസാന ഘട്ടങ്ങളിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന സംഘർഷഭരിതമായ അവസ്ഥയെ അവതരിപ്പിക്കുകയാണ്. ഓർമ്മകളില്ലാത്ത വൃദ്ധയായ അമ്മയെ പരിചരിക്കുന്ന ഓർമ്മകളുടെ വേലിയേറ്റമുള്ള മകളെ ഈ കഥയിൽ നമുക്ക് കാണാം. അമ്മയെ ഓർമ്മകളുടെ ലോകത്ത് നിന്ന് തിരികെ എത്തിക്കാൻ ഉള്ള മകളുടെ ശ്രമത്തിൽ അമ്മയുടെ ഓർമ്മകളുടെ നഷ്ടം മരണത്തിന് തുല്യമാണെന്ന തിരിച്ചറിവ് ആ മകൾക്ക് ഉണ്ടാകുന്നു. ഓരോരുത്തരുടെയും ഓർമ്മകളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഓർമ്മകളില്ലാതെ ആകുന്തോറും ആ മധുര നിമിഷങ്ങൾ കൂടിയാണ്
നമുക്ക് നഷ്ടമാകുന്നതെന്ന് കഥാകാരി ഈ കഥയിൽ പറഞ്ഞു വയ്ക്കുന്നതായി നമുക്ക് കാണാം. പ്രതിസന്ധികളെ അവസരങ്ങളായി കണ്ട് അവയെ മുന്നോട്ടുള്ള ചവിട്ടുപടികളായി കാൽക്കീഴിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ കരുത്തരായും ഒപ്പം തന്നെ അതിജീവിക്കാൻ പ്രാപ്തരായും തീരുന്നത് എന്ന് ഈ യൂണിറ്റ് നമ്മോട് പറയുന്നു. ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ മറികടക്കുക എന്നത് മനുഷ്യനായി പിറന്ന ഓരോരുത്തരുടെയും അത്യാവശ്യമാണ്. ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ലോകം ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ നിമിഷങ്ങളിൽ അടിപതരാതെ അവയെ അതിജീവിക്കേണ്ട മാർഗങ്ങൾ കണ്ടെത്തി സ്വയം മുന്നോട്ട് പോവാൻ പ്രേരിപ്പിക്കുക കൂടിയാണ് പദം പദം ഉറച്ചു നാം എന്ന ഈ യൂണിറ്റ്. അടുത്ത ചോദ്യം ഒരു വ്യാകരണ സവിശേഷതയാണ്. അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതുക.